ഒരു വിശ്വാസി എന്ന അർത്ഥത്തിൽ അതിനെ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇത്തരം സന്ദർഭങ്ങളുടെ മറപിടിച്ചുകൊണ്ട് പല രൂപത്തിലും പല രീതിയിലും അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ വിശ്വാസത്തെ വ്യതിചലിപ്പിക്കുവാനുള്ള ബോധപൂർവകമായ ശ്രമങ്ങളും ഇത്തരം സന്ദർഭങ്ങളിൽ ആ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അത്താണിയാകേണ്ട സമയത്തു പോലും സജീവമായി ചില ആളുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭൂദുരന്തമുണ്ടായാൽ അത് ശിക്ഷയാണെന്നോ അള്ളാഹുവിന്റെ കോപം ഇറങ്ങിയതാണെന്നോ മറ്റുള്ള രൂപത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ നമ്മളാളല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഭൂലോകത്ത് ഏറ്റവും ദുഷിച്ച പല സമൂഹങ്ങളും ഇന്നും സ്വൈരവിഹാരം നടത്തുന്നുണ്ട്. അത്തരം ആളുകൾക്കൊന്നും ഈ രൂപത്തിലുള്ള, ഈ പറഞ്ഞ രീതിയിലുള്ള വലിയ ദുരന്തങ്ങളെ നേരിടേണ്ടി വന്നതായി പലപ്പോഴും നമ്മൾ കാണാറില്ല. അതുകൊണ്ട് ഏതെങ്കിലും അതൊരു പ്രദേശത്ത്, അതൊരു മുസ്ലിം നാട്ടിലായിരുന്നാലും ശരി, അമുസ്ലിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിലായിരുന്നാലും ശരി, ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ശരി, ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുരന്തങ്ങളെ അത് അള്ളാഹുവിന്റെ കോപം ഇറങ്ങിയതാണെന്ന രൂപത്തിൽ ഉറപ്പിക്കുവാനോ അത് പ്രഖ്യാപിക്കുവാനോ നമ്മൾ ആളല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം ദുരന്തങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ 2-3 തരത്തിലാണ് നമുക്ക് വ്യാഖ്യാനിച്ച് നൽകിയത്. ഒന്ന്, ഇത്തരം ദുരന്തങ്ങൾ ഒരു പക്ഷേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അത് മുസ്ലിം നാടുകളായിരുന്നാലും ശരി, അതല്ലാത്ത നാടുകളായിരുന്നാലും ശരി, അത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു വിശ്വാസി അതിനെ നോക്കിക്കാണേണ്ടത് അള്ളാഹുവിന്റെ ചില ഓർമ്മപ്പെടുത്തലായിക്കൊണ്ടാണ്, ചില പരീക്ഷണമായിക്കൊണ്ടാണ്, മറ്റു ചിലപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയുമായിരിക്കാം അത്. അവിടെയാണ് സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത് ഫബശ്ശിരിസ് സ്വാബിരീൻ. പ്രവാചകരെ, അങ്ങേക്ക് മുന്നിലുള്ള ഈ സമൂഹത്തോട് അങ്ങ് പറഞ്ഞു കൊടുക്കുക, വിശ്വാസി സമൂഹത്തോട് അങ്ങ് ആജ്ഞാപിക്കുക, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, ഭയം കൊണ്ടും വിശപ്പ് കൊണ്ടും, വനഖ്സിൻ മിനൽ അംവാൽ, ധനനഷ്ടം കൊണ്ടും, വൽ അൻഫുസി, ചിലപ്പോൾ ജീവനഷ്ടം കൊണ്ടും, വത്തമറാത്തി, നിങ്ങളുടെ കൃഷിയുടെയും വിളകളുടെയും നാശനഷ്ടങ്ങൾ കൊണ്ടും അള്ളാഹു നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ സന്തോഷ വാർത്ത അങ്ങ് അറിയിക്കേണ്ടത് ക്ഷമാലുക്കളായ ഒരു കൂട്ടം ആളുകൾക്കാണ്. സ്വാഭാവികമായും ഭൗതിക ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഇത്തരം പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരിക തന്നെ ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ്. വിശുദ്ധ ഖുർആന്റെ പ്രയോഗം നോക്കൂ, വലനബ്ലുവന്നകും. ഭാഷാപരമായ ആ പദത്തെ നമ്മൾ അടുത്തറിയുമ്പോൾ 2 തരത്തിലാണ് അള്ളാഹു ആ വാക്കിൽ പ്രയോഗിച്ച 2 രീതികളുണ്ട്. ഒന്ന് ലാമു തഅക്കീദ് എന്ന് പറയും സാധാരണ ഭാഷയിൽ. ഒരു കാര്യം തീർച്ചയായും സംഭവിക്കുമെന്ന് സ്ഥാപിച്ചു പറയാൻ വേണ്ടിയാണ് അത് പ്രയോഗിക്കുക. അതേപോലെ നൂനു തഅക്കീദ്, വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതിനൊരു സംശയവുമില്ല. ഭൗതിക ലോകത്തുകൂടെ കടന്നു പോകുന്ന ഏതൊരു മനുഷ്യനും പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുക തന്നെ ചെയ്യും. അതിൽ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും അതിൽ കാണുകയില്ല. എന്തുകൊണ്ടൊക്കെ പരീക്ഷിക്കാം? ഖൗഫി വൽ ജൂഅ്, ഭയം കൊണ്ടും വിശപ്പ് കൊണ്ടും ധനനഷ്ടം കൊണ്ടും ദേഹങ്ങളുടെ നഷ്ടം കൊണ്ടും നിങ്ങളുടെ നാണ്യവിളകളുടെ പഴവർഗ്ഗങ്ങളുടെ എല്ലാം കൃഷികളുടെയൊക്കെ നാശനഷ്ടം കൊണ്ടും ഒക്കെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. ക്ഷമാലുക്കളായി ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ അതിനെ നേരിടുന്ന ആളുകൾക്ക് അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക. രണ്ടാമതായി വിശുദ്ധ ഇസ്ലാം ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്നത്, ഇത്തരം വലിയ ദുരന്തങ്ങൾ അത് പരീക്ഷണമാണ്. അക്രമികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് നൽകുന്ന ശിക്ഷയുമായേക്കാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിലെ 25-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വത്തഖൂ ഫിത്ന ലാ തുസീബല്ലദീന വലമു മിൻകും ഖാസ്സ വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. വത്തഖൂ ഫിത്ന, നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാവുന്നതിനെ സൂക്ഷിക്കണം.
നാട്ടിൽ കുഴപ്പങ്ങളും കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ നാട്ടിൽ മതവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ്സ, ഒരു അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുമ്പോൾ, അത് അദാബാവട്ടെ, ആ അദാബ് ഇറങ്ങുമ്പോൾ അതിൽ പെടുന്നവർ മുഴുവനും അപരാധികളായ ആളുകളാവണമെന്നില്ല. ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ്സ, നിങ്ങളിൽ നിന്ന് അപരാധം ചെയ്തവരെ തിരഞ്ഞുപിടിച്ച് ശിക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ രീതിയല്ല. മറിച്ച് അത്തരം ഘട്ടങ്ങളിൽ ഒരക്രമികളായ ജനതയെ അള്ളാഹു ശിക്ഷിക്കുവാൻ ഉദ്ദേശിച്ചാൽ ആ നാടിനെ തന്നെ, ആ നാട്ടിലെ സർവരും നശിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങും. വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിങ്ങൾ അറിയണം അള്ളാഹുവിന്റെ ശിക്ഷ അത് കഠിന കഠോരമാണ്. നോക്കൂ, അത് വിശുദ്ധ നഗരമായ മക്കയിലായിരുന്നാൽ പോലും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ നാട്, ആ ഗ്രാമവാസികൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തവരായി വളരുകയായിരുന്നെങ്കിൽ അള്ളാഹു അവർക്ക് കൂടുതൽ കൂടുതൽ നൽകുമായിരുന്നു എന്ന് പറഞ്ഞ ആ ഗ്രാമം മക്കയാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ചില മുഫസ്സിറുകൾ പറഞ്ഞു, അത് സാക്ഷാൽ മക്കയാവട്ടെ, അത് ഏറ്റവും പുണ്യഭൂമിയാവട്ടെ, അക്രമങ്ങൾ പെരുകുമ്പോൾ അള്ളാഹു അവർക്ക് ശിക്ഷയായും ഇത്തരം അദാബുകൾ ഇറക്കിയേക്കാം. അവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്, ആ അക്രമം ചെയ്യുന്നവരെ തന്നെയാവണമെന്നില്ല അത് ബാധിക്കുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു കൂട്ടം ആളുകൾ കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. കപ്പൽ യാത്ര ചെയ്യുമ്പോൾ മുകൾത്തട്ടിലും താഴെത്തട്ടിലുമുള്ള ആളുകളുണ്ട്. താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ശുദ്ധജലം ലഭിക്കണമെങ്കിൽ അത് സംവിധാനിച്ചത് മുകൾത്തട്ടിലാണ്. അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കും മറ്റും വെള്ളമെടുക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം? ഈ കപ്പലിന്റെ മുകൾത്തട്ടിലേക്ക് വന്നുകൊണ്ട് ആ വെള്ളം അവരിൽ നിന്ന് ശേഖരിക്കണം. ചില ആളുകൾ പറഞ്ഞു, നമുക്കൊരു പണി ചെയ്തൂടെ, ഈ മുകളിലുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കണോ? നമ്മൾ താഴെയല്ലേ, ഈ കപ്പലിന്റെ അടിത്തട്ടിൽ നമുക്ക് ആവശ്യത്തിന് ജലം സ്വീകരിക്കാനുള്ള ഒരു ദ്വാരം ഉണ്ടാക്കിയാൽ പോലെ, അതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കുകയില്ലേ എന്ന് ചില വിഡ്ഢികളായ ആളുകൾ തീരുമാനിക്കുകയാണ്. ആ സമയത്ത് മുകളിലെ ആളുകൾ ഇത് അറിയുകയാണ്. അവരെങ്ങാനും ഇവർ ഈ മണ്ടത്തരം കാണിക്കുമ്പോൾ ഈ താഴെത്തട്ടിലുള്ള ആളുകളുടെ കൈക്ക് പിടിച്ചിരുന്നുവെങ്കിൽ, അവരെ തടഞ്ഞിരുന്നുവെങ്കിൽ, അവരും മറ്റുള്ളവരും എല്ലാവരും രക്ഷപ്പെടും. അവരെങ്ങാനും അവരെ വിട്ടേച്ചിരുന്നുവെങ്കിലേ, അത് അവരുടെ സ്ഥലത്തല്ലേ, അത് അവന്റെ ഫ്രീഡം അല്ലേ, അവന് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചു കൊള്ളട്ടെ, നമ്മളൊന്നും പറയണ്ട എന്ന സമീപനമാണ് അവർ സ്വീകരിച്ചതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവരും നശിക്കും. ഇവിടെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു നാട്ടിൽ തോന്നിവാസങ്ങളും അക്രമങ്ങളും ഉണ്ടാകുമ്പോൾ, മതവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ, ആളുകൾ വഴിതെറ്റുമ്പോൾ അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കേണ്ട, അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കേണ്ട ആളുകൾ പോലും അവസാനിച്ചാൽ, ആളുകളോട് ഇത് അരുതേ എന്ന് പറയാൻ പോലും ആളുകളില്ലെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികള് നമ്മുടെ ഈ മണ്ണിലും ലോകത്തുള്ള വിവിധ മണ്ണുകളിലും സമൂഹം ദുഷിക്കുമ്പോൾ നന്മ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, തിന്മകൾക്കെതിരെ പ്രതിരോധം തീർത്തുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ എന്റെ മതം നോക്കി ജീവിച്ചാൽ മതി എന്ന സമീപനമാണെങ്കിൽ അള്ളാഹുവിന്റെ അദാബിന് പാത്രമാകുമെന്നത് കൊണ്ടാണ്. പിന്നീട് ഇത്തരം ദുരന്തങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത് അത് താക്കീത്, അള്ളാഹുവിന്റെ താക്കീത്. ഇത്തരം ദുരന്തങ്ങൾ അള്ളാഹു ഭയപ്പെടുത്തുകയാണ്, മനുഷ്യരെ ഭയപ്പെടുത്തുകയാണ്. ആരുണ്ട് നിർഭയരായി എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. സൂറത്തുൽ അറാഫിലെ വചനങ്ങൾ നോക്കൂ. ആ ഗ്രാമവാസികൾക്ക് എങ്ങനെ സമാധാനത്തോടുകൂടെ രാത്രി കിടന്നുറങ്ങാൻ സാധിക്കുന്നു? അവർ കിടന്നുറങ്ങുന്ന നിദ്ര പ്രാപിക്കുന്ന ആ രാത്രിയിലെങ്ങാനും നമ്മുടെ ശിക്ഷ അവർക്ക് വന്നു ഭവിക്കുമോ എന്ന് അവർക്ക് പേടിയില്ലേ? അവര് പ്രഭാതങ്ങളിൽ എങ്ങനെ ഉല്ലസിച്ചു നടക്കുന്നു, ആ പ്രഭാതങ്ങളിൽ നമ്മുടെ ശിക്ഷ അവരെ വന്നു ഭവിക്കുമെന്ന പേടി ആ സമൂഹത്തിനില്ലേ? അള്ളാഹുവിന്റെ കോപത്തെയും അള്ളാഹുവിന്റെ തന്ത്രത്തെയും അവർ നിർഭയരായിരിക്കുകയാണോ?
ഫലാ യഅമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. നഷ്ടം ബാധിച്ച ജനതയല്ലാതെ അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് നിർഭയരായിരിക്കുകയില്ല. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഭയപ്പെടുത്തലാണ്. ആരാണ് ഇത് കേട്ടിട്ട് ഭയപ്പെടാത്തത്? ആരാണ് തന്റെ അസ്തിത്വത്തെ കുറിച്ച് സ്വയം ചിന്തിക്കാത്തത്? ഇത് ഇത്ര ഭീകരമാണെങ്കിൽ, നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എത്ര ഭീകരമാണ്, എത്ര ദുരന്തമാണ്. തന്റെ കുഞ്ഞുമകന്റെ മകളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ മയ്യത്ത് ലഭിക്കുമ്പോൾ തന്റെ സഹോദരന്റെ, സഹോദരിയുടെ, അമ്മയുടെ, അച്ഛന്റെ, ഉമ്മയുടെ ഒക്കെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ഇതെന്റെ അമ്മയാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല എന്ന് ഒരു കുഞ്ഞു പറയുന്ന ഘട്ടമെത്തുകയാണെങ്കിൽ എത്ര ഭീകരമാണ്, എത്ര ഭീകരമാണ്. മനുഷ്യൻ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ കോപത്തെ കുറിച്ചുള്ള താക്കീതുകളാണ്. ആ നിലക്ക് ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യൻ പാഠം ഉൾക്കൊള്ളുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും റബ്ബിന്റെ മുമ്പിൽ ഭയപ്പെട്ട് അവന് കീഴൊതുങ്ങുകയും സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ സമൃദ്ധമാക്കുകയും ചെയ്യാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെ ഏത് വിശ്വാസിക്കാൻ തോന്നാതിരിക്കുക? ഈ അപകടത്തിന്റെ വാർത്ത അറിഞ്ഞപ്പോ നമ്മുടെ സഹോദരങ്ങൾ, അത് ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ, നമ്മുടെ സഹോദരങ്ങൾ, സഹജീവികളാണ്. അവരിത്തരം ഒരു ദുരന്തത്തിൽപ്പെട്ട സമയത്ത് അവരുടെ പ്രയാസം അറിയുമ്പോൾ അതിൽ ദുഃഖിക്കാത്തവരും അതിൽ ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാത്തവരുമായി വിശ്വാസികളായി ആരുണ്ട് എന്നുള്ളത് ഇവിടെയാണ്. ഇത് ഇത്ര ഭീകരമാണെങ്കിൽ ആ സന്ദർഭത്തിൽ അകപ്പെട്ട ആളുകളുടെയൊക്കെ ചില വിവരണങ്ങൾ നമ്മൾ കേട്ടില്ലേ? തന്റെ കുഞ്ഞുമായി കൊണ്ട് എങ്ങോട്ട് ഓടുമെന്ന് ഭയപ്പെട്ട് നിൽക്കുന്ന, കണ്ണു തള്ളി പോകുന്ന അതിഭീകരമായ, നമുക്ക് പറഞ്ഞാലോ കേട്ടാലോ അതിന്റെ അന്തരീക്ഷത്തിലൂടെ, സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ അനുഭവിച്ച ഭീകരത എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. എത്ര ഭീകരമാണ്! ഇനി നോക്കൂ, അത് അങ്ങനെ ഒരു ഭീകരമാണെങ്കിൽ ആ അവസാന നാൾ അതെന്താണെന്ന് അവർ ചോദിക്കുന്നു. കണ്ണുകൾ മഞ്ഞളിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്. ആ ചന്ദ്രന്റെ പ്രഭ അവസാനിക്കുന്ന, സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് വരുന്ന അതിഭീകരമായ കാഴ്ചക്കാവർ രംഗത്തിന് കാഴ്ചക്കാരായി നിൽക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് മനുഷ്യന്റെ ചോദ്യം എങ്ങോട്ടോടും? മലവെള്ളം ഇടത് ഭാഗത്തു നിന്ന് വരുന്നുണ്ടെങ്കിൽ വലതു ഭാഗത്തേക്കോടാം. കുത്തിയൊലിച്ച് വരുന്നതിൽ നിന്ന് രക്ഷ നേടാൻ ഏതെങ്കിലും ഒരു ഉയർന്ന കൊന്നിന്റെ മുകളിലേക്കോ ഏതെങ്കിലും മലഞ്ചെരുവിലേക്കോ ഓടിക്കയറാനുള്ള പ്രതീക്ഷയുടെ പുൽനാമ്പുകൾ അവിടെയുണ്ട്. കണ്ണന്താളിച്ചു പോകുന്ന ഒരു ദിവസം. ആ ദിവസത്തിന്റെ ഭീകരത എത്രയായിരിക്കുമെന്ന് നമുക്ക് ഇതിൽ നിന്ന് ഊഹിക്കാൻ സാധിക്കണം. അവിടെയാണ് യാ യുഹന്നാസു തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അദീം, തീർച്ചയായും ആ പ്രകമ്പനം, അന്ത്യനാളിന്റെ പ്രകമ്പനം ഭീകരമാണ്. യൗമ തറൗനഹ, അത് നിങ്ങൾ കണ്ടുകൊണ്ട് കാണുന്ന ഒരു സന്ദർഭം വരികയാണെങ്കിൽ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്, മുലയൂട്ടുന്ന ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ മാറിപ്പോകുന്ന ഒരു ദിവസം. ഓക്കെ, ഈ ഭീകരമായ സന്ദർഭത്തിൽ പോലും തങ്ങളുടെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ആ മഹാ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ആളുകളുടെ വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. താൻ മുല കൊടുക്കുന്ന തന്റെ കുഞ്ഞിനെ കുറിച്ച് ഒരു അമ്മക്ക് ചിന്തയില്ല എന്ന് പറഞ്ഞാൽ എത്ര ഭീകരമാണ് ആ ദിവസം. ഗർഭിണികൾ ആ ദിവസത്തിന്റെ ഭയാനക നിമിത്തം, അതിന്റെ ഭയം നിമിത്തം തങ്ങളുടെ പ്രസവം, തങ്ങളുടെ ഗർഭം അലസിപ്പോകുന്ന, അത് പ്രസവിച്ചു പോകുന്ന ഭീകരമായ ഒരു രംഗം. പ്രവാചകരെ, ആളുകളെ കണ്ട ഒരു തരം മത്ത് ബാധിച്ചവരായ നിലയിൽ, ഭ്രാന്തന്മാരായ രൂപത്തിൽ പ്രതികരിക്കുന്നത് അങ്ങേക്ക് കാണാം. അവര് മദ്യപിച്ചിട്ട് മത്ത് ബാധിച്ചവരല്ല, ലഹരി ഉപയോഗിച്ചിട്ട് മത്ത് ബാധിച്ചവരല്ല. അള്ളാഹുവിന്റെ ഈ അദാബ്, ഈ മഹാ അപകടകരമായ സന്ദർഭം കാണുമ്പോൾ അവരുടെ ബുദ്ധി നഷ്ടപ്പെടുന്നതാണ് റസൂലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. സ്വാഭാവികമായും ഇത്തരം പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചോദ്യമുണ്ട്: എത്ര നിരപരാധികളായ മനുഷ്യന്മാരാണ് കൊല ചെയ്യപ്പെടുന്നത്? അപരാധികളല്ലാത്ത കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾ ഇതിൽ ഇത്തരം ഒരു അദാബിറങ്ങുമ്പോൾ, ഒരു നാട്ടിലൊരു അദാബിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ നാട്ടിൽ അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകുമ്പോൾ
അള്ളാഹുവിന്റെ ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് അടുത്തവരായ ആളുകൾ, അപരാധികളല്ലാത്ത ആളുകൾ, കുഞ്ഞുങ്ങള് എത്ര ഭീകരമാണ്, അത് എത്ര പ്രയാസകരമാണ്, അതെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്ന ചോദ്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് തികട്ടി വന്നേക്കാം. അവിടെയാണ് ഈ ചോദ്യം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, യഗ്സു ജയ്ഷുൽ കഅബ, ഒരു സൈന്യം മക്കയെ ആക്രമിക്കാൻ വരും. തോന്നിവാസികളായ ഒരു സംഘം, അവർ വരുന്നത് മക്കയെ ആക്രമിക്കാൻ വേണ്ടിയാണ്. ഫൈദാ കാനൂ ബിബൈദാഅ മിനൽ അർദ്, അങ്ങനെ ആ സൈന്യം കഅബയോട് അടുത്ത് വരുന്ന സമയത്ത്, മക്കയോട് അടുത്ത് വരുന്ന സമയത്ത്, വിശാലമായ ഒരു പ്രദേശത്ത് എത്തുന്ന സമയത്ത് അല്ലാഹു ആ സൈന്യത്തെ ആ മണ്ണിലേക്ക് ആഴ്ത്തി നശിപ്പിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, റസൂലേ, അവരെ ഒന്നടങ്കം അല്ലാഹു നശിപ്പിക്കുക, ആ പ്രദേശത്ത് ആ സൈന്യത്തിൽ പെടാത്ത അപരാധികളല്ലാത്ത ആളുകൾ ഉണ്ടാവില്ലേ, സ്ത്രീകൾ ഉണ്ടാവില്ലേ, കുട്ടികൾ ഉണ്ടാവില്ലേ? സാധാരണയായി ആ കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരം സൈന്യങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കച്ചവട സംഘങ്ങളും മറ്റുമൊക്കെ കൊള്ളക്കാരിൽ നിന്ന് സുരക്ഷ ലഭിക്കാൻ വേണ്ടി ഇത്തരം സൈന്യങ്ങളുടെ പാതയിൽ കൂടെ സഞ്ചരിക്കും. കാരണം ആ സമയത്ത് ഒരു സൈന്യം സഞ്ചരിച്ചു പോണ സമയത്ത് ആ അക്രമികളായ ആളുകൾ, കൊള്ളക്കാർ വന്ന് തങ്ങളുടെ സ്വത്ത് അപഹരിക്കില്ല എന്ന വിശ്വാസം കൊണ്ട് ഇത്തരം സൈന്യങ്ങൾ അവരെങ്ങോട്ട് പോവുകയാണെങ്കിലും അവരുടെ യാത്രാപാതയിലാണെങ്കിൽ ആ സൈന്യങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു പതിവ് ആ കാലഘട്ടത്തിലെ കച്ചവടക്കാർക്കുണ്ട്. ഈ വന്ന പ്രദേശത്ത് അവിടുത്തെ താമസക്കാരായ മറ്റു ആളുകൾ ഉണ്ടാവും. അവരെല്ലാവരെയും അള്ളാഹു അവന്റെ ആദാബ് കൊണ്ട് നശിപ്പിക്കുമോ റസൂലേ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അതേ, യുഖ്സഫു ബിഅവ്വലിഹിം വആഖിരിഹിം, ആദ്യാവസാനം അല്ലാഹു അവരെ നശിപ്പിക്കും. സുമ്മ യുബഅസൂന അലാ നിയ്യാതിഹിം, പിന്നീട് അവർ ഏതൊരവസ്ഥയിലാണോ മരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലാഹു അവരെ പുനർജീവിപ്പിക്കുക. അക്രമികളായ ആളുകളോട് ആ അക്രമത്തിന്റെ ഫലമായ രീതിയിലായിരിക്കും അല്ലാഹു ഇടപെടുക. അക്രമമൊന്നും ചെയ്യാതെ അപരാധികളല്ലാതെ മരണപ്പെട്ടവരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു അത് മഹാനന്മയായും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലത്തിന്റെ കാരണമായും ആ അപകടവും ആ പരീക്ഷണവും ആ ദുരന്തവും അവർക്ക് മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നോക്കൂ, നമ്മൾ പറഞ്ഞ ഹദീസാണ്, പരലോകത്ത് ദുനിയാവിലെ ഏറ്റവും ദുരിതം അനുഭവിച്ച ഒരു മനുഷ്യരെ കൊണ്ടുവരും. ദുനിയാവില് അരിവരൊക്കെ ഉണ്ടാവും, തന്റെ 5 മക്കള്, അല്ലെങ്കിൽ തന്റെ കുടുംബം, പിതാവ്, മക്കള്, തന്റെ ഉമ്മ, തന്റെ കുടുംബത്തിലെ വലിയ വലിയ അംഗങ്ങള് എല്ലാം പോയ വേർപാടിന് പാത്രമായ ആ ദുഃഖകരമായ സന്ദർഭത്തിലും അതിനേക്കാൾ ഭീകരമായ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടന്ന പല ദുരന്തങ്ങൾക്കും ഒക്കെ സാക്ഷിയായി ജീവിതത്തിൽ കൊടിയ പരീക്ഷണങ്ങൾ കൊണ്ട് ജീവിച്ചവരിൽ ഈ ദുനിയാവിൽ അല്ലാഹു ഏറെ പരീക്ഷിപ്പിച്ച, ഏറെ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഒരു മനുഷ്യൻ അല്ലാഹു പരലോകത്ത് കൊണ്ടുവരും. എന്നിട്ട് അവനെ സ്വർഗത്തിലേക്ക് ഒന്ന് മുക്കിയെടുക്കും. എന്നിട്ട് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഐ ഫുലാൻ ഹൽ അസാബക ദർറുൻ ഖത്ത് ഔ ബല, അല്ല, നിന്റെ ജീവിതത്തിൽ വല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് മാ അസാബനി ഖത്തു ദുർറ, എന്റെ ജീവിതത്തിൽ ഒരു പ്രയാസവും എനിക്കുണ്ടായിട്ടില്ല. ഒരു നിമിഷ നേരത്തെ സ്വർഗീയ ജീവിതം കൊണ്ട് അയാൾ അനുഭവിച്ച സകലമാന ദുരിതങ്ങളും അയാൾക്ക് മാറി, അതെല്ലാം മറന്നു പോവുകയാണ്. അള്ളാഹു അയാളിൽ നിന്ന് എടുത്തത് എന്താണ്? അയാളുടെ ജീവനാണ്. ആ ജീവന് പകരമില്ലാത്ത ജീവനും ആ ശിക്ഷയിൽ അപരാധിയല്ലാത്ത മനുഷ്യൻ പെട്ടുപോയതിന്റെ ഫലമായി അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും അയാളുടെ സ്വർഗീയ ലോകത്തെ സ്ഥാനങ്ങൾ അല്ലാഹു വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് വഴി അയാൾ പോലും ആഗ്രഹിക്കും പോലും, ഞാൻ അല്ലാഹുവിന്റെ ഈ മാർഗത്തിൽ ഒരനേകം സമയം എന്റെ ജീവൻ അപഹരിക്കപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഇതിനേക്കാൾ ഉന്നതമായ അനുഗ്രഹങ്ങൾ കിട്ടുമല്ലോ എന്ന് ആഗ്രഹിക്കുപോകുമാറ് അല്ലാഹു പരലോകത്ത് ആ മനുഷ്യന്റെ ദുരിതങ്ങൾക്ക് പകരം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്.
കുട്ടികളായ ആളുകളുണ്ട്, നിഷ്കളങ്കരാണ് അവർ. ആ നിഷ്കളങ്കരായ കുട്ടികളുടെ വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. വവജദു മഅമിലു ഹാദിറ വലാ യദ്ലിമു റബ്ബുക അഹദാ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ റബ്ബ് ഒരാളോടും ഒരു തരിമ്പ് അനീതി കാണിക്കുകയില്ല എന്നുള്ളത് അങ്ങ് അറിയട്ടെ. ഒരാളോടും അനീതി കാണിക്കുകയില്ല. അതൊരു കുഞ്ഞിനോടും റബ്ബ് അനീതി കാണിക്കുകയില്ല. അവർ വല്ല ദുരിതവും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ദുരിതത്തിന് പകരം അർഹിക്കുന്നവരായ ആളുകൾക്ക് അള്ളാഹു അതിന്റെ പ്രതിഫലം കണക്കില്ലാതെ നൽകുമെന്ന് വിശുദ്ധ ഖുർആനും പ്രവാചക ഹദീസുകളും പഠിപ്പിക്കുകയാണ്. അവിടെയാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കരളലിയിപ്പിക്കുന്ന, നെഞ്ചു തകർക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ആ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. പിന്നീട് നോക്കൂ, കാരുണ്യം, റഹ്മ, മേഴ്സി എന്നൊക്കെ നമ്മൾ പറയുന്ന കാരുണ്യം, റഹ്മ, അത് അല്ലാഹുവിന്റെ ഉന്നതമായ നാമഗുണ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. ബിസ്മില്ലാഹി അർ-റഹ്മാനി അർ-റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ നാമത്തിൽ. റബ്ബ് റഹീമാണ്, റഹ്മാനാണ്, കരുണ വറ്റാത്തവനാണ്, കരുണയുള്ളവനാണ്, ആർദ്രതയുടെ, കരുണയുടെ ഒന്നിനോടും ഉപമിക്കാൻ കഴിയാത്ത അത്ര വലിയ കരുണ ഉൾക്കൊള്ളുന്നവനാണ് അവൻ. ഇത് അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങളിൽപ്പെട്ടതാണ്. അത് മാത്രമല്ല, പ്രകൃതിയിൽ അല്ലാഹു യഥേഷ്ടം വിന്യസിച്ച അവന്റെ മഹത്തായ ദൃഷ്ടാന്തവുമാണ് കരുണ. കരുണ എന്നുള്ളത് നന്മയാണെന്ന് ആരാണ് അംഗീകരിക്കാത്തത്? കരുണ കാണിക്കുക എന്നുള്ളത് നന്മയാണെന്ന് അംഗീകരിക്കാത്ത ആരാണ്? ഈ ദുരന്തമുണ്ടായത് മുതൽ എത്ര മനുഷ്യരാണ് ദേഹങ്ങൾ കൊണ്ട് അവിടെ കഷ്ടപ്പെടുന്നത്. ഈ മയ്യത്തുകൾ കണ്ടെടുക്കാനും മറ്റുമായിക്കൊണ്ട് യാതൊരു ഭൗതിക താല്പര്യങ്ങളും ഇല്ലാതെ പല സംഘങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രവർത്തിക്കാൻ കഴിയാത്ത ആളുകളൊക്കെ പല രൂപത്തില് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുന്ന, അതിനെതിരെ സംസാരിക്കുന്ന ആളുകളും നമ്മൾ കാണുന്നുണ്ട്. അതെന്താവട്ടെ, അവിടെ പ്രവർത്തിക്കുന്നവർ അവരുടെ മതമോ സംഘടനയോ അവരുടെ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരുണ്യം എന്ന വികാരം കൊണ്ടല്ലാതെ ഇവർക്ക് എങ്ങനെ ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും? കരുണ എന്നൊരു വികാരം ദൈവികമായി നമുക്ക് ലഭിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ പോയി ഈ പാവപ്പെട്ടവരുടെ കണ്ണീരിനോടൊപ്പം ചേരാൻ, ദേഹം കൊണ്ട് ചേരാൻ കഴിയുന്നവർ സ്വന്തം ക്യാഷ് എടുത്തുകൊണ്ട്, തങ്ങളാൽ കഴിയുന്ന വലിയ സംഖ്യകൾ നൽകിക്കൊണ്ട്, തങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ പ്രാർത്ഥന കൊണ്ടും ധനം കൊണ്ടും ദേഹം കൊണ്ടും ഇവരോടൊപ്പം നിലകൊള്ളാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന വസ്തുത എന്താണ്? കരുണയാണ്. സമാനമായ ഒരു വാർത്ത ഈ ദുരന്തമുഖത്ത് നിന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആ സമയത്ത് മുലപ്പാൽ ചുരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. തന്റെ കുഞ്ഞിനുള്ള മുലപ്പാൽ തന്റെ കൂടെയുണ്ട്, പക്ഷെ അത് കുടിക്കാൻ തന്റെ കുഞ്ഞില്ല. പക്ഷെ നടന്നു പോകുന്ന വഴികളിൽ ആ തടവുകാരിൽപ്പെട്ട സ്ത്രീകളിലെ മുല കുടിക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോഴൊക്കെയും സ്വന്തം കുഞ്ഞിനെ പോലെ തന്റെ മാറത്തേക്ക് അടുപ്പിച്ചു പിടിച്ചുകൊണ്ട് സ്വന്തം മുലപ്പാൽ നൽകുന്ന ഒരു ഉമ്മയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൂട്ടത്തിൽ കണ്ടു. സ്വഹാബത്തിനോട് ആ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അതറൗന ഹാദിഹിൽ അൽമർഅത ഖാരിഹതൻ വലദഹ ഫിന്നാർ. ഈ കുട്ടി, ഈ സ്ത്രീ ഉണ്ടല്ലോ, സ്വന്തം കുഞ്ഞല്ലായിട്ട് പോലും കാണുന്ന കുട്ടികൾക്കൊക്കെ തന്റെ മക്കളെ പോലെ മുലയൂട്ടുന്ന ഈ അമ്മയുണ്ടല്ലോ, ഈ ഉമ്മ, അവർ സ്വന്തം മകളെ, സ്വന്തം മകനെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, ലാ വല്ലാഹി വഹിയ തഖ്ദിറു അലാ അല്ലാ തത്റഹു. ഒരിക്കലും കഴിയില്ല. നേരെ തിരിച്ചാണ്. എന്ത് വില കൊടുത്തും ആ കുഞ്ഞിനെ അവൾ സംരക്ഷിക്കും. സ്വന്തം കുഞ്ഞാണെങ്കിൽ പ്രത്യേകിച്ചും എന്ത് വില കൊടുത്തും അവൾ സംരക്ഷിക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടായി പറഞ്ഞൊരു വാക്കുണ്ട്. فقال رسول الله صلى الله عليه وسلم لله أرحم بعباده من هذه بولدها. അല്ലാഹു ആണ് തന്റെ അടിമയോട്, ഈ സ്ത്രീക്ക് തന്റെ കുഞ്ഞിനോടുള്ള കാരുണ്യത്തിനേക്കാൾ കരുണയുള്ളത് എന്ന് നിങ്ങൾ അറിയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുരന്തത്തിൽപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ, അപരാധികളല്ലാത്ത ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാവുന്നതിനേക്കാൾ എത്രയോ പതിന്മടങ്ങാണ് തന്റെ അടിമയെ പരീക്ഷിക്കുമ്പോൾ നമ്മുടെ റബ്ബിനുണ്ടാകുന്ന
ദുഃഖം. പക്ഷെ ആ ദുഃഖം കേവല ദുഃഖം കൊണ്ട് അവസാനിക്കൂല, അത് അവരോടുള്ള സ്നേഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളിൽപ്പെട്ട ഒരാൾ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അവനെ പരീക്ഷിക്കും. അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും ആ പരീക്ഷണങ്ങളിലൂടെ കഴുകിക്കളഞ്ഞ് അവനെ സ്വർഗത്തിലെത്തുന്നത് വരെ റബ്ബ് അവനെ സ്നേഹിക്കും എന്ന് പറഞ്ഞാൽ റബ്ബ് അവനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അവനെ സ്വർഗത്തിലിടണമെന്നുള്ളത് റബ്ബിന്റെ നിർബന്ധമാണ്. അവൻ ചെയ്ത പാപക്കറകൾ അതിന് കാരണമാകുമ്പോൾ തന്റെ പരലോകത്തെ കോപത്തിന് പാത്രമാവാതെ ദുനിയാവിൽ അവനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അവൻ സ്വർഗത്തിലേക്ക് അല്ലാഹു അവനെ പ്രവേശിപ്പിക്കുന്നത് വരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഈ സ്ത്രീക്ക് തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാൾ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയണം. ഇത് നോക്കൂ, മറ്റൊന്ന് കരുണ എന്നുള്ളത്, ഒരു ദുരന്തമുണ്ടാവുക എന്നുള്ളത് ലോകത്തുള്ള മനുഷ്യരുടെ കരുണ പ്രകടമാവാനും അതുവഴി നമ്മൾ ആ ജീവികളോട് അവരുടെ ദുഃഖത്തിൽ മനസ്സുകൊണ്ട് പങ്കുചേർന്നാൽ പോലും നമുക്ക് അല്ലാഹുവിന്റെ കരുണ ലഭിക്കാനുള്ള ഒരു കാരണമാണ് ദുരന്തങ്ങള്. അവിടെയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുന്നത്, റസൂൽ പറഞ്ഞു, അർറഹിമൂന യർഹമുഹുർ റഹ്മാൻ, കരുണ കാണിക്കുന്നവരോട് പരമകാരുണികൻ കരുണ കാണിക്കും. യർഹമു മൻ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ. അതാരാവട്ടെ കരുണ കാണിക്കൂ. യർഹംകും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. മനുഷ്യരിൽ ഉള്ളിലുള്ള കരുണ എന്നുള്ളത് പുറത്തു കാണാനും അതുവഴി അള്ളാഹുവിന്റെ കൃപാകടാക്ഷം ലഭിക്കാനും ഇത്തരം ദുരന്തങ്ങൾ കാരണമാകുമെന്നുള്ളതും അതിന്റെ ഹിക്മത്തിൽപ്പെട്ടതാണ്. മാത്രല്ല, എന്തേ ഈ ദുനിയാവ് ഇങ്ങനെ, ഇവിടെ എന്തേ ദുഃഖങ്ങളും പ്രയാസങ്ങളും, ഇതെന്തൊരു ദൈവമാണ്, കരുണയില്ലാത്തവനാണല്ലോ എന്നൊക്കെ രൂപത്തിലുള്ള അപകടകരമായ ധാരണകൾ ആളുകൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കുന്നവരായ ആളുകളുണ്ട്, അവിവേകികളായ ആളുകൾ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇരുട്ട് എന്നുള്ളത് ഈ ദുനിയാവിൽ ഇല്ലായിരുന്നുവെങ്കിൽ വെളിച്ചം എന്നുള്ളത് എന്ത് പ്രസക്തിയാണ്? ഇരുട്ടില്ല, പിന്നെ വെളിച്ചവും ഇരുട്ടും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? വെളിച്ചത്തിന് പ്രസക്തി ഉണ്ടോ? ലോകത്ത് ദുരിതങ്ങളും പ്രയാസങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ കരുണ എന്ന ആ അള്ളാഹു മനുഷ്യനിൽ പ്രവേശിപ്പിച്ച ആ മഹത്തായ ഗുണഗണത്തെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? കരുണ കാണിക്കണമെങ്കിൽ കരുണ കാണിക്കപ്പെടേണ്ട സന്ദർഭങ്ങൾ ദുനിയാവിൽ ഉണ്ടാകണം. വെളിച്ചത്തിന്റെ വില മനസ്സിലാവണമെങ്കിൽ ഇരുട്ടുണ്ടാവണം. കയറ്റത്തിന്റെ പ്രയാസം മനസ്സിലാവണമെങ്കിൽ ഇറക്കമുണ്ടാവണം. ഈ പ്രകൃതി അള്ളാഹു സൃഷ്ടിച്ചത് ഈണകുണയായിക്കൊണ്ടാണ്. കരുണ എന്ന ആ കൃപയുടെ മഹത്വം മനസ്സിലാകണമെങ്കിൽ സമൂഹത്തില് ദുരന്തങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകണം. അപ്പോൾ മാത്രമേ അള്ളാഹു കരുണയുള്ളവനാണെന്ന വാക്ക് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും, അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കൂ. അത് അള്ളാഹു ഈ ദുനിയാവിൽ വെച്ചത് പരീക്ഷണമായിക്കൊണ്ടാണ്. ദുനിയാവല്ലല്ലോ നമ്മുടെ ജീവിതത്തിന്റെ അത്യന്തമായ അതിന്റെ അവസാനത്തിലുള്ള ലക്ഷ്യം. മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവൻ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഇതൊരു പരീക്ഷണമാണ്. പരീക്ഷണമാകുമ്പോൾ അവിടെ കിതപ്പുണ്ടാകും, ഓട്ടത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടാകും, ദുരിതങ്ങൾ ഉണ്ടാകും. അപ്പോൾ മാത്രമേ വിജയത്തിന്റെ സന്തോഷം നുകരാൻ അവർക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ ഉൾക്കൊള്ളാനും അതിന് ക്ഷമിക്കാനും ആ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരോട് എല്ലാ നിലക്കും അവരോട് സ്നേഹം പ്രകടിപ്പിക്കാനും അവരുടെ സഹായമായി വർത്തിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവും. നമ്മളെല്ലാവരും വളരെ പ്രാധാന്യത്തോടു കൂടി കാണുകയും മനസ്സിലാക്കുകയും പ്രത്യേകിച്ച് നമ്മുടെ ഭരണാധികാരികളും നേതാക്കന്മാരും അറിയുകയും ചെയ്യേണ്ട ഒരു വലിയ വിജ്ഞാനമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കൃത്യമായ ഒരു അറിവുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ ചോദിച്ചൊരിക്കല്, റസൂലേ കുർസിലുനാ ഖത്തി വതവക്കൽ, റസൂലേ ഞാൻ ഈ മരുഭൂമിയിൽ എന്റെ ഒട്ടകത്തെ അയച്ചു വിട്ടിട്ട് അലല്ലാഹ് തവക്കൽതു അലല്ലാഹ്, ഞാൻ എന്റെ റബ്ബിൽ ബലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയട്ടെ, ഞാൻ അതിനെ കെട്ടിയിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖിൽഹാ വതവക്കൽ, അല്ല, നീ ചെയ്യേണ്ട കടമ നീ ചെയ്യണം, അതിനെ കെട്ടിയിടണം, എന്നിട്ട് നീ തവക്കൽ ചെയ്യണം. ജീവിതം എന്നുള്ളത് മാജിക് അല്ല, ജീവിതം എന്നുള്ളത് പരീക്ഷണമാണ്. ഇവിടെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായ ആളുകൾക്ക്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നവർക്ക് സ്വർഗീയ ജീവിതമാണെങ്കിൽ, അതല്ലാത്തവർക്ക് പ്രയാസകരമായ ജീവിതമാണെങ്കിൽ പിന്നെ ഇവിടെ ആരെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കും? പരീക്ഷണമാണെന്നതിന് അർത്ഥം ഉണ്ടാവില്ലല്ലോ. ഭൗതികമായി നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യണം, എന്നിട്ട് അള്ളാഹുവിന് ബലമേൽപ്പിക്കണം. അള്ളാഹു അത് നമുക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ ലഭിക്കൂല. പുതിയ പഠനങ്ങൾ നോക്കും,
ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. ഇത്തരം ഉരുൾപൊട്ടലടക്കമുള്ള ഭൂദുരന്തങ്ങളിൽ 95% മനുഷ്യനിർമ്മിതമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ചെറിയ കണക്കല്ല, 95% മനുഷ്യനിർമ്മിതമാണ്. അശാസ്ത്രീയമായ അപക്വമായ ഇടപെടൽ മൂലവും അക്രമം മൂലവുമാണ് മനുഷ്യ ജീവനുകൾ പൊലിയുന്നത്. ഇത് ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാനെ പൈക്കണല്ലാരും അള്ളാനെ ചീത്ത പറയാൻ. മനുഷ്യന്റെ കരങ്ങൾ അശാസ്ത്രീയമായി പ്രവർത്തിക്കുന്നത് വഴി ഇത്തരം അപകട സാധ്യതയിൽ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ വീട് വെച്ച് താമസിക്കുന്നത് അത് തെറ്റാണ്. അത്തരം സ്ഥലങ്ങളിൽ താമസക്കാർക്ക് സുരക്ഷിതമായ സ്ഥാനം കണ്ടെത്തി നൽകേണ്ടത് അപകടം കഴിഞ്ഞിട്ടല്ല, അപകടത്തിന് മുമ്പ് സർക്കാരുകളും ബന്ധപ്പെട്ട ആളുകളും ചെയ്യേണ്ടതാണ്. ഇത്തരം കേരളത്തിൽ നടന്ന അപകടങ്ങൾ, ലോകത്ത് നടന്ന അപകടങ്ങളിൽ 95% മനുഷ്യനിർമ്മിതമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അത് മുൻകൂട്ടി കണ്ട് വേണ്ട നടപടികൾ സ്വീകരിച്ച അപകടത്തിന്റെ ദുരന്തത്തിന്റെ ആഴം കുറക്കാൻ സാധിക്കുമായിരുന്നു. മനുഷ്യൻ മല വെട്ടി തുറക്കുന്നു, പാറകൾ ഇടിച്ചു നിരത്തുന്നു, അനാവശ്യമായ ഇടപെടൽ മൂലം പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മനുഷ്യന് തന്നെ അത് വലിയ വിനയായി മാറുന്നു. ബന്ധപ്പെട്ടവർ കൂട്ടി നിർദ്ദേശങ്ങൾ നൽകി. അപകടമാണ്, റെഡ് സോൺ ആണ്, ഇത്തരം പ്രദേശങ്ങളിൽ താമസമരുത്. ബന്ധപ്പെട്ടവർ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയവർ താക്കീത് ചെയ്തു. അപകടമാണ് ഇത്തരം സ്ഥലങ്ങളിലെ താമസം, പ്രത്യേകിച്ച് ഇത്തരം കാലാവസ്ഥകൾ അവിടെ ദുരന്തങ്ങൾ സൃഷ്ടിക്കും. അതിനെ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് പലപ്പോഴും കണ്ണടച്ചു. ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട രൂപത്തിൽ അതിന് വേണ്ട സമീപനങ്ങൾ സ്വീകരിച്ചില്ല. എത്ര കൊണ്ടു എന്നിട്ടും നമ്മൾ പഠിച്ചില്ല. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്ക് നമ്മളെ തിരുത്തേണ്ടത്. അല്ലാഹുവേ എന്നെ കാക്കണേ എന്ന് പറഞ്ഞ് കുതിച്ചു വരുന്ന ഒരു മലവെള്ളപ്പാച്ചിലിന് മുന്നിൽ നിൽക്കലല്ല തവക്കല്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബുൽ തവക്കുൽ ചെയ്യണമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും അത് പാലിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാണ്. ആ പ്രയാസങ്ങളും ദുരിതങ്ങളുമായി അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനുള്ള മനസ്സ് അള്ളാഹു നമ്മിൽ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാണ്. നമ്മുടെ ഇന്നത്തെ പള്ളിയിലെ കളക്ഷനും അടുത്ത വെള്ളിയാഴ്ചത്തെ കളക്ഷനും ഈ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. നമ്മൾ മനമറിഞ്ഞു കൊടുത്തവരുണ്ടാകും, കൊടുക്കാൻ ബാക്കിയുള്ളവരുണ്ടാകും, ആഗ്രഹിച്ചു നിൽക്കുന്നവരുണ്ടാകും. മനമറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് നൽകാൻ കഴിയുന്നത് എത്രയാണോ അത് നൽകണം. സ്വർണം നൽകിയവരുണ്ട്, യാതൊരു മടിയും കൂടാതെ കയ്യിലെ മോതിരങ്ങൾ ഓരി നൽകിയവരായ സ്ത്രീകളുണ്ട്. അതിന് അവര് യാതൊരാളുടെ പ്രത്യേകമായ ഒരു താല്പര്യവുമില്ലാതെ ഞാനത് നൽകാമെന്ന് പറഞ്ഞവരുണ്ട്. അത്തരം ആളുകൾക്ക്, അതുപോലെയുള്ള സ്ത്രീകളുണ്ട്. അവർക്ക് അള്ളാഹു കരുണ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ ചെയ്ത ആ കർമ്മങ്ങൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നൽകണം. നമ്മുടെ സഹോദരങ്ങളാണ്. അവിടെ ചെന്ന് ഒരു പക്ഷേ ദേഹപരമായ സഹായങ്ങൾ ചെയ്യേണ്ട അവസ്ഥ അവിടെ ഉണ്ടാവില്ല. ഒരാഴ്ച കാലം എല്ലാവരും സജീവായിരിക്കും. ഒരാഴ്ച കഴിഞ്ഞാൽ ആ സാധുക്കൾ തനിച്ചാണ്. അവർക്ക് വീടെന്ന സ്വപ്നം വാഗ്ദാനങ്ങളാൽ പലപ്പോഴും കേരളത്തിലും ലോകത്തുമൊക്കെ വാഗ്ദാനങ്ങളായി നിലകൊള്ളുകയല്ലാതെ അത് സാക്ഷാത്കരിക്കപ്പെടുന്നില്ല. അതിനുവേണ്ടി മതസംഘടനകൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ അവരെ സഹായിക്കുക. ആ രൂപത്തില് നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ നൽകുക. ഇന്ന് നമ്മുടെ ഈ പള്ളിയിലെ പിരിവതിന് വേണ്ടിയാണ്. ആ രൂപത്തിൽ എല്ലാവരും സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ സ്വീകരിക്കും. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെ നമ്മിൽ നിന്ന് സ്വീകരിച്ചനുഗ്രഹിക്കുമാറാകട്ടെ.